ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ അബി ആദ്യമായിട്ട് അംഗൻവാടി പോകുന്ന ദിവസം കേട്ടോ. അപ്പോൾ ആളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അബി, നമുക്ക് അംഗൻവാടി പോവാം. ഓക്കെ, ഹായ് കൊടുത്തേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് എന്തു ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ബാഗൊക്കെ എൻ്റെ കയ്യിൽ തന്നു. ഇനി അവിടെ പോയിട്ട് എന്തോ ആവുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ വീടും അംഗൻവാടിയുടെ അടുത്താട്ടോ. അപ്പം നമ്മുടെ വീട് അവിടെയും അംഗൻവാടി ഇടുക, നമുക്ക് ജസ്റ്റ് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. എന്തായാലും നോക്കാം ഇരിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അവിടെ വീടാ, മേൽ വീടാ. Abi, hi. അങ്ങനെ എന്തായാലും അബി നല്ല ഹാപ്പി ആയിട്ടാട്ടോ കിട്ടുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആദ്യമായിട്ടല്ലേ നമ്മുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നത്. അവനെവിടെ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചോദിക്കുന്നു, മോനെ ഹാപ്പിയാണോ, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പോയാൽ മോൻ കരയുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നു, അമ്മ പൊക്കോ, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് അവൻ പറയുന്നത്. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. മോനെ അംഗൻവാടിയിൽ ആദ്യമായിട്ട് എന്താണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. ഞാൻ വിചാരിച്ചു അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരെയും കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്നിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ കളിപ്പാട്ടമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാനൊരു 12 മണിയായപ്പോൾ തന്നെ ചെന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് വൈകിട്ട് വരെ ഇരുത്തണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനൊരു 12 മണിയായപ്പോഴത്തേക്ക് വിളിക്കാൻ ചെന്നു. അപ്പോൾ ടീച്ചർ വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല, പക്ഷെ കഞ്ഞിയൊന്നും കൊടുത്തിട്ട് കുടിച്ചില്ല എന്നാണ് പറഞ്ഞത്. നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയും ബൈ ബൈ ഒക്കെ കൊടുത്തിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നാളെ രാവിലെ എന്താണെന്ന് പ്ലാനിങ് എന്ന് അറിയത്തില്ല, പക്ഷേ ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ ഹാപ്പിയായി. ആൾക്ക് ഇങ്ങനെ നിന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടാറ്റയൊക്കെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ടീച്ചറിന് ഗേറ്റിൻ്റെ അടുത്ത് വരെ വന്നു കേട്ടോ, ടാറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ വരണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.